ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ ഫലം കൂടി വന്നതോടെ മണ്ഡലം കൂടുതൽ സുരക്ഷിതമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ UDF ഉള്ളത്. മുനീർ വന്നാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് മണ്ഡലത്തിലെ UDF പ്രവർത്തകരും പറയുന്നത്. CH മുഹമ്മദ് കോയ ആദ്യമായിട്ട് മത്സരിച്ചത് കോർപ്പറേഷൻ കൗൺസിലിലേക്ക് ഈ കുറ്റിച്ചിറ വാർഡിൽ നിന്നായിരുന്നു. അതേപോലെ മുനീറും ആദ്യമായിട്ട് ജനപ്രതിനിധി ആയത് കുറ്റിച്ചിറയിൽ നിന്ന് കോർപ്പറേഷൻ കൗൺസിലിലേക്കാണ്. നല്ല അഭിപ്രായമുള്ള ആളുമാണ്. എന്തായാലും പിന്നെ സ്ഥാനാർത്ഥി ആവാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യാതൊരു ക്ഷീണവും കാണൂല. പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നതിലൊന്നും കാണൂല. അതങ്ങനെയാണ്. കോഴിക്കോട് സൗത്തിലെയും ഈ കുറ്റിച്ചിറയിലെയും ലീഗ് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ MK മുനീറിന് സ്വന്തമായൊരു ഇടമുണ്ട്. മുനീറിനെ സ്വാഗതം ചെയ്യുക മാത്രമല്ല, കഴിഞ്ഞ തവണ മുനീർ കൊടുവള്ളിയിലേക്ക് പോയതാണ് കോഴിക്കോട് സൗത്ത് നഷ്ടമാവാൻ കാരണമെന്നും പറയുന്നു കുറ്റിച്ചിറക്കാർ. മുനീർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയിട്ടില്ല, കൊടുവള്ളിയിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടുമായിരുന്നു. മുപ്പൊരു മാറിയതിനെ കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. മുനീറിനാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. MK മുനീർ 2 തവണ തുടർച്ചയായി ജയിച്ചതാണ് കോഴിക്കോട് സൗത്തിൽ. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ സൗത്തിൽ അപകട ഭീഷണി ഉയർന്നു. ലീഗ് കേന്ദ്രങ്ങളിലെല്ലാം വലിയ തോതിൽ വോട്ടു ചോർച്ചയുണ്ടായി. സുരക്ഷിത മണ്ഡലം തേടിയാണ് 21 മുനീർ കൊടുവള്ളിയിലേക്ക് പോയത്. പക്ഷേ പിന്നീട് മുനീറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതോടെ കൊടുവള്ളിയിൽ തുടരുന്നതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഉടലെടുത്തു. കോഴിക്കോട് നഗരത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ് ഇപ്പോഴും ഈ CH പാലം. CH എന്ന 2 അക്ഷരത്തിന് മുസ്ലിം ലീഗിനകത്തും പുറത്തും ഉണ്ടായിരുന്ന ഇപ്പോഴുമുള്ള ഗരിമ ഏറെ വലുതാണ്. ഇടയ്ക്ക് MK മുനീർ കൊടുവള്ളിയിലേക്ക് പോയെങ്കിലും സ്വന്തം തട്ടകമായ കോഴിക്കോട് സൗത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ മുനീർ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കോഴിക്കോട് സൗത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്ന് മുനീർ. പാർട്ടിയിലെ മാതിരി ഞാൻ അവിടെ ആയിരിക്കും, ഞാനിവിടെ ആയിരിക്കുന്നു പറയുന്ന ഒരു രീതി മുസ്ലിം ലീഗിനില്ല. ഉണ്ടാകണമോ ഉണ്ടാകണ്ടേ എന്ന് പോലും പാർട്ടിക്ക് ഏത് സമയത്തും തീരുമാനിക്കാം. കോതി അപ്രോച്ച് റോഡ്, പന്നിയങ്കര മേൽപ്പാലം, നഗരത്തിലെ പ്രധാന റോഡുകളുടെ വികസനം തുടങ്ങി സൗത്തിൽ മുനീറിന് പറയാൻ വികസന പദ്ധതികൾക്ക് കുറവൊന്നുമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16,600-ലധികമാണ് കോഴിക്കോട് സൗത്തിലെ UDF ഭൂരിപക്ഷം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ലീഗ് കേന്ദ്രങ്ങളായ മുഖദാർ, പയ്യാനക്കൽ മേഖലകളിലെല്ലാം UDF ശക്തമായി തിരിച്ചുവന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ മുനീർ സൗത്തിൽ മത്സരത്തിനില്ലെങ്കിൽ മണ്ഡലത്തിൽ കണ്ണുള്ളവരിൽ ലീഗിലെ പല പ്രമുഖ നേതാക്കളുമുണ്ട്. ഏതായാലും മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥി ആരെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിർണയം. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.